بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസം അങ്ങനെ നമ്മുടെ ആയുസ്സിൽ വീണ്ടും ഒരു ഭാഗ്യമായി എത്തിയിരിക്കുകയാണ്. റജബും ശഅബാനും റമളാനും കബൂലായവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ റജബ് മാസം എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ നിറച്ചാർത്തുകൾ ധാരാളം കാണപ്പെടുന്ന ഒരു മാസമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പൂർവികരായ നമ്മുടെ മഹത്തുക്കളായ സലഫുസ്സാലിഹീങ്ങൾ അടക്കമുള്ള മഹാന്മാർ റമളാനിലേക്കുള്ള ഒരുക്കത്തിൽ റജബ് മുതൽക്ക് പിടിച്ചു എന്നുള്ളതാണ്. അതിന് കാരണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന പ്രാർത്ഥന തന്നെയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന പ്രാർത്ഥന. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാന്റെ മുന്നോടിയായി റമളാനിലേക്കുള്ള ഒരുക്കങ്ങൾക്ക്, റമളാനിലേക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് റജബിനെയും ശഅബാനിനെയും പ്രിയപ്പെട്ട സമുദായം ഉപയോഗപ്പെടുത്തി റമളാനെ സജീവമാവാനും റമളാനെ പരിപൂർണമായും സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലെത്തിക്കാനും ഒരു പരിശീലനത്തിന്റെ അവസരമായി റജബിനെയും ശഅബാനിനെയും കാണണം എന്ന തലത്തിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. മഹാന്മാരായ താബിഈങ്ങൾ അത് നിലനിർത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും പഠിച്ചു പോന്ന ദീനിന്റെ തനതായ ശൈലിയെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഇന്നലകളിലെ നമ്മുടെ മഹത്തുക്കൾ റജബ് മാസത്തിലെ ആരാധനകൾക്ക് ഒരു പ്രത്യേകമായ താല്പര്യവും ഒരു ശ്രമവും നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ നമ്മൾ നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാർ പഠിപ്പിച്ച നന്മകൾ, റജബിൽ അവർ ചെയ്തു കൂട്ടിയ നന്മകൾ, അവർ പഠിപ്പിച്ച നന്മകൾ ഓരോന്നിങ്ങനെ പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായി നാം ശ്രദ്ധിക്കുന്ന ഒരു നന്മയാണ് റജബിലെ നോമ്പ്. മഹാന്മാരായ സൂഫിയാക്കൾ അവരുടെ കിതാബുകളിലൊക്കെ ഇത് സുന്നത്താണെന്ന് പറയുന്ന മഹാന്മാരായ ഫുഖഹാന്റെ പിന്തുണയുള്ള ഒരു അവസ്ഥ റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പുകൾക്ക് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായും റജബ് മാസത്തിന്റെ നോമ്പിനെ വിമർശിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെയും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവർ ഈ വിമർശനവും പറയുന്നതെന്ന് നമ്മുടെ മുന്നിൽ അവർ ഉദ്ധരിക്കാറുണ്ട്. എങ്കിൽ ആ പറയപ്പെടുന്ന റജബിലെ നോമ്പുകളെ വിമർശിക്കപ്പെടുന്ന ഹദീസുകളൊക്കെ അതിന്റെ അടിസ്ഥാനവും പശ്ചാത്തലവും ഒക്കെ വ്യാഖ്യാനവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് റജബ് മാസം എല്ലാ കാലഘട്ടത്തിലും ആദരണീയമായിരുന്നു. സ്വാഭാവികമാണ്, ജാഹിലിയ കാലഘട്ടത്തിലും ആ മാസം ആദരണീയം തന്നെയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ വിശ്വാസപരമായ യാതൊരുവിധ അടിസ്ഥാനവും ഒരു നന്മയുടെ ദിശയിൽ അവർക്ക് കിട്ടിയിട്ടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന് മുമ്പുള്ള ആ സമൂഹത്തിൽ അവർ കാട്ടിക്കൂട്ടിയ നന്മകൾ എന്ന് പറയാവുന്നിടത്ത് ധാരാളം അനാചാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ അവർ ചെയ്തു കൂട്ടിയ അനാചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റജബ് മാസം വരുമ്പോൾ റജബിന്റെ ബലി എന്ന് പറയുന്ന ഒരു ബലികർമ്മം തന്നെ നടത്തിയിരുന്നവർ. റജബിന്റെ ബലി, അത്തരത്തിൽ ധാരാളം അനാചാരങ്ങൾ റജബിന്റെ പേരിൽ അവർ ചെയ്തു കൂട്ടിയപ്പോ അതിന്റെ പേരിൽ റജബിന്റെ മഹത്വമൊന്നും കുറഞ്ഞിട്ടില്ല. അവർ ചെയ്തു കൂട്ടിയ അനാചാരങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ പേരിൽ റജബിൽ നാം എടുക്കേണ്ട നോമ്പുകളെ മഹാന്മാരായ സ്വഹാബത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള താബിഈങ്ങൾ ചെയ്തു പോന്നിട്ടുള്ള ആ നോമ്പുകളെ, റജബിലെ നോമ്പുകളെ വിമർശിക്കേണ്ട യാതൊരുവിധ ന്യായവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖനല്ലേ. അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ റജബ് മാസത്തിലെ നോമ്പിനെ കുറിച്ച്. സുദീർഘമായൊരു സംഭവമാണ്. ഇമാം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗുനിയയുടെ 1-ാം വാള്യത്തിൽ ഇത് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അബൂദർദ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അൻ സിയാമി റജബ്, റജബിലെ നോമ്പിനെ പറ്റി ചോദിക്കുന്നുണ്ട്. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു 30 ദിവസത്തെ നോമ്പിനും കിട്ടുന്ന പ്രതിഫലത്തെ എണ്ണി പറയാണ്. 30 ദിവസത്തെയും നോമ്പിന് കിട്ടുന്ന പ്രതിഫലത്തെ എണ്ണി പറയുന്നുണ്ട്. നമ്മുടെ സമയ ദൈർഘ്യതയെ മാനിച്ചുകൊണ്ട് ഞാൻ 30 പറയുന്നില്ല, ഒരെണ്ണം പറയാം. അബൂദർദ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു,
സഅൽത അൻ ഷഹ്രിൻ കാനത്തിൽ ജാഹിലിയ്യത്തു തുഅല്ലിമുഹു ഫീ ജാഹിലിയ്യതിഹാ. സഹോദര, നിങ്ങൾ എന്നോട് റജബ് മാസത്തിന്റെ നോമ്പിനെ കുറിച്ച് ചോദിച്ചല്ലോ. ഈ റജബ് മാസം എന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വന്ദിക്കേണ്ട, ബഹുമാനിക്കേണ്ട എല്ലാ അർഹതയിലും ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ ഇതിനെ ബഹുമാനിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ബഹുമാനിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാം അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇസ്ലാം വന്നപ്പോൾ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ, പ്രിയ സഹോദര, ഈ റജബ് മാസത്തെ കൂടുതൽ ബഹുമാനിക്കുക ചെയ്തിട്ടുള്ളത്. എന്നിട്ടോ മഹാനവറുകൾ പറഞ്ഞു, അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പറഞ്ഞു, വമൻ സാമ മിൻഹു യൗമൻ തതവ്വുഅൻ യഹ്തസിബു ബിഹി സവാബല്ലാഹി തആല. ആരെങ്കിലും റജബ് മാസത്തിന്റെ ഒരു നോമ്പിനെ, ഒന്നാമത്തെ നോമ്പിനെ അല്ലെങ്കിൽ ഒരു നോമ്പിനെ ഒരാള് അള്ളാന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്ത് കൂലി കിട്ടുമെന്ന പ്രതീക്ഷയില്, പ്രതിഫല താല്പര്യത്തോടുകൂടെ, കൂലി കിട്ടണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ റജബ് മാസത്തിലെ നോമ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇഖ്ലാസോടുകൂടെ പടച്ചോന്റെ പൊരുത്തം ഉദ്ദേശിച്ച് മാത്രം റജബിലെ നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹുവിന് ഇവനോടുള്ളതായ കോപം, ഇവൻ പാപം ചെയ്തപ്പോൾ റബ്ബിന് തോന്നിയ കോപം ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് അണച്ചു കളയുമെന്ന് മഹാനായ സ്വഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാം. മാത്രവുമല്ല, ഈ റജബ് മാസത്തിലെ ആ ഒരു നോമ്പ് ഈ ഒരൊറ്റ നോമ്പ് മുഖേന നരകത്തിന്റെ സർവ്വ കവാടവും ഇവന്റെ നേരെ കൊട്ടിയടക്കപ്പെടുമെന്ന് മഹാനായ സ്വഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ പറഞ്ഞത് വെറുതെ നോമ്പെടുക്കലല്ല, പ്രതിഫലേച്ഛയോടുകൂടെ നോമ്പിന്റെ എല്ലാ ആദാബുകളും പാലിച്ച് പിടിക്കേണ്ട പോലെ റജബിലെ ഒന്നാമത്തെ നോമ്പിനെ പിടിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോമ്പിനെ പിടിച്ചാൽ, ഒരു നോമ്പിന്റെ പ്രതിഫല പറഞ്ഞത് ഒന്നാമത്തെ ദിവസമായതുകൊണ്ട് ഒന്നാമത്തെ ദിവസത്തെ കുറിച്ചാണ് മഹാനവറുകൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 30 ദിവസത്തെ നോമ്പിന്റെയും പ്രതിഫലം പറയുന്നുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇങ്ങനെ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നോമ്പെടുക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് ഭൂമി നിറയെ സ്വർണം നിരത്തി വെച്ചിട്ട് അത് ദാനം ചെയ്ത കിട്ടുന്ന പ്രതിഫലം എന്തോ ആ പ്രതിഫലമായിരിക്കും അള്ളാഹു റജബിലെ നോമ്പിനവന് നൽകുക എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല വൈകുന്നേരം നേരത്തെ ഈ നോമ്പ് പിടിച്ചവൻ സന്ധ്യയാകുന്ന നേരത്ത് ദുആരന്ന് കഴിഞ്ഞാൽ അള്ളാഹു ഈ മനുഷ്യന്റെ ദുആക്ക് ഇജാബത്ത് നൽകും. ആര് ദുആരന്ന? റജബിന്റെ പകല് നോമ്പെടുത്തവൻ റജബിന്റെ പകൽ അസ്തമിച്ചിട്ട് രാത്രി ദുആരന്നാൽ ഉത്തരമുണ്ട്. പ്രത്യേകിച്ച് 10 ദുആ പെട്ടെന്ന് ഉത്തരം ചെയ്യുന്ന നോമ്പെടുത്തവന് 10 ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഇനി ഇജാബത്ത് ഇവിടെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും, കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലാഹു തആല ഇദ്ദഖറ ലഹു മിനൽ ഖൈരി കഅഫ്ളല മാ ദഅ ബിഹി ദാഇ മിൻ ഔലിയാഇല്ലാഹി തആല. അള്ളാന്റെ വലിയ ദുആ എന്നാൽ അള്ളാഹു പരിഗണിക്കുന്ന പോലെ ഒരു പരിഗണന ആഖിറത്തിൽ ഈ ദുആഇന്റെ പ്രതിഫലം ഭൂമിയിൽ കിട്ടാത്തതിന്റെ പേരിൽ ആഖിറത്തിൽ അള്ളാഹു പ്രതിഫലമായി മാറ്റിവെക്കുമെന്ന് മഹാനായ സ്വഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു. ഒന്നാമത്തെ നോമ്പെടുക്കുന്ന അല്ലെങ്കിൽ ഒരു നോമ്പെടുക്കുന്ന ആളുടെ കാര്യം പറഞ്ഞത്. ഇനി 2 നോമ്പെടുത്താലോ അതിങ്ങനെ പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു പോവാ, പേജുകളോളാ പറയുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഈ മാസത്തെ വന്ദിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇസ്ലാം ഇതിനെ മോശാക്കല്ല ചെയ്തിട്ടുള്ളത്. ഇസ്ലാം ഇതിനെ കൂടുതൽ ആദരിച്ചു. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ ആശുറാന്റെ, അതായത് മുഹറം 10 നോമ്പ് സുന്നത്തായി പ്രഖ്യാപിക്കുമ്പോൾ മുഹറം 9 കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ജൂതന്മാർ അത് പിടിച്ചിരുന്നു മുഹറം 10. അതിന്റെ പേരിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മോശമാണെന്നല്ല അതിനർത്ഥം. കൂടുതൽ നമ്മൾ ആ ദിവസം നോമ്പ് പിടിക്കാൻ ബന്ധപ്പെട്ടവരാണ്. അതിന്റെ പേരിൽ നമ്മൾ മുഹറം 9 നോമ്പെടുക്കണം. അപ്പോ ജൂത സഹോദരന്മാർ ആ ദിവസത്തെ ആദരിച്ചു എന്നതിന്റെ പേരിൽ ആ ദിവസത്തിന്റെ ആദരവ് നമ്മൾ കുറച്ച് കാണുന്നില്ല.
എന്ന പോലെയാണ് റജബ് മാസത്തെ ചരിത്രത്തിൽ എല്ലാ സമൂഹവും ആദരിച്ചിട്ടുണ്ട്. അതിന്റെ ആ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല് റജബ് മാസത്തിലെ നോമ്പാണ്. ഇനി കേട്ടോളൂ, മറ്റൊരു ഹദീസ് കണ്ടോളൂ. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും ഇമാം അഷ്ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ കുനിയല് മഹാനായ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബും മിനശ് ശുഹൂരിൽ ഹറാം വഅയ്യാമുഹു മക്തൂബത്തുൻ അലാ ബാബിസ് സമാഇ സാദിസാ. അല്ലാഹു ആദരിച്ച മാസമാണ് റജബ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആദരിച്ച മാസമാണ് റജബ്. റജബിന്റെ ഓരോ ദിവസവും 6 ആകാശത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. റജബ് 1, റജബ് 2, റജബ് 3 അങ്ങനെ ഓരോ ദിവസവും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ഫൈദാ സാമർ റജുലു മിൻഹു യൗമൻ വജറദഹു സൗമഹു ബിത്തഖ്വല്ലാഹി അസ്സ വജല്ല നതഖൽ ബാബ്. ഒരു മനുഷ്യൻ റജബിൽ നോമ്പെടുക്കുമ്പോ ആ നോമ്പെടുക്കുന്ന മനുഷ്യന്റെ നോമ്പ് അള്ളാന്റെ പൊരുത്തം കിട്ടണമെന്ന നെയ്യത്തില് ആ മനുഷ്യൻ റജബിന്റെ നോമ്പിനെ അങ്ങ് ശ്രദ്ധിച്ചു, ഒരു തെറ്റും വരാതെ. നല്ല തഖ്വയോടുകൂടെ ഒരു തെറ്റും കുറ്റവുമില്ലാതെ അമലുമായി ബന്ധപ്പെട്ട് റജബിന്റെ നോമ്പ് പൂർത്തീകരിക്കുന്ന ആള് ഏത് ദിവസമാണോ റജബിൽ നോമ്പെടുത്തത് ആ ദിവസം 6 ആകാശത്തിൽ റജബിന്റെ എല്ലാ ദിവസവും എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നോമ്പെടുത്ത ദിവസം 6 ആകാശത്തിലെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ദിവസം അങ്ങ് സംസാരിക്കാൻ തുടങ്ങും. ആ ദിവസം അവിടെ എഴുതി വെച്ചോടത്ത് സംസാരിക്കുന്നു, ആ കവാടവും സംസാരിക്കുന്നു. അല്ലാഹുവേ, റജബ് മാസത്തിൽ നോമ്പെടുത്ത ഈ മനുഷ്യനെ യാ റബ്ബി ഗഫിർ ലഹു, നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ എന്ന് 6 ആകാശത്തിന്റെ കവാടവും ആ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ ദിവസം, ഏത് ദിവസമാണ് നോമ്പെടുത്തത് ആ ദിവസവും അള്ളാഹുവോട് ഇവന് വേണ്ടി പുറത്തു തരാൻ ദുആരക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നിബന്ധന ഉണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായ പരിപൂർണത സംഭവിക്കുന്ന ഒരു നോമ്പായിരിക്കണം. നമ്മുടെ നോമ്പ് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. എങ്ങനെ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടുന്നത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നോമ്പൂറിയത് എങ്ങനെയാണെന്നറിയോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംസുൻ യുഫ്തിർന സ്വായിമ വയൻഖുലുനൽ വുളൂ. ഒളു എടുത്താൽ ആ ഒളുവിന്റെ പ്രതിഫലം നശിപ്പിച്ചു കളയും, നോമ്പെടുത്താൽ നോമ്പിന്റെ പ്രതിഫലം നശിപ്പിച്ചു കളയും. യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ നോമ്പ് മുറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഒളു മുറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ ആ നോമ്പിന്റെയും ഒളുവിന്റെ ഒക്കെ പ്രതിഫലം കളയുന്ന ചില ദുശീലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നോമ്പെടുത്തുകൊണ്ട് കളവ് പറയാ, അതുപോലെ തന്നെ ഒളു എടുത്തുകൊണ്ട് കളവ് പറയാ. ആ ഒളു കൊണ്ടും ആ നോമ്പ് കൊണ്ടൊന്നും ഒരു ഗുണമല്ല. നോമ്പ് വേറെ ഒളു വേറെ, രണ്ട് അമലായി പറഞ്ഞെന്നുള്ളൂ. അപ്പോ കളവ് പറയാ, നമീമത്ത് പറയാ, ഗീബത്ത് പറയാ, അതുപോലെ തന്നെ വികാരത്തോടുകൂടെ ഹറാമിലേക്ക് നോക്കുക, അതുപോലെ തന്നെ കള്ളസത്യം ചെയ്യാ, ഇങ്ങനെയുള്ള 5ഓളം കാര്യങ്ങള് ഒരു മനുഷ്യന്റെ നോമ്പിനെ ഫസാദാക്കി കളയും. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ അതിനോട് നമുക്ക് തുലനം ചെയ്യാവുന്ന തിന്മകളൊന്നും ഇല്ലാത്ത നിലക്ക് റജബിന്റെ നോമ്പിനെ ഭദ്രമായി സുരക്ഷിതമായി ഒരാൾ അനുഷ്ഠിച്ചിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഈ ദിവസമേത്, അവൻ നോമ്പെടുത്ത ദിവസമേത് എന്നത് 6 ആകാശത്തിലെ കവാടത്തിൽ രേഖയാണ്. 6 ആകാശത്തിന്റെ കവാടവും അവൻ നോമ്പനുഷ്ഠിച്ച ദിവസവും അള്ളാഹുവോട് ഇവന് പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആരക്കുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമാണ് നമ്മുടെ ഇടയിൽ റജബ് മാസത്തിൽ നോമ്പെടുക്കുന്ന ആളുകൾ, അവര് ഏതെങ്കിലും റമദാനിലൊക്കെ നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ ആ ഖളാ ആയ നോമ്പിനെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഖളാ വീട്ടുന്നു എന്ന്, റമദാനിൽ എനിക്ക് ഖളാ ആയ ഫർള് നോമ്പിനെ ഞാൻ അള്ളാഹു തആലാക്ക് വേണ്ടി ഖളാ വീട്ടുന്നു എന്ന് കരുതണം. എപ്പ കരുതണം? ഫർള് ഖളാ വീട്ടിക്കൊണ്ടാണ് റജബിലെ സുന്നത്ത് നോമ്പിൽ ഒരാൾ സജീവമാകുന്നത് എങ്കിൽ അവൻ ഫർള് ഖളാ വീട്ടേണ്ട നോമ്പുകൾക്കൊക്കെ രാത്രി തന്നെ നെയ്യത്ത് വെക്കണം. വെറും സുന്നത്ത് നോമ്പായിട്ടാണ് റജബിൽ ഒരാൾ നോമ്പെടുക്കുന്നത് എങ്കിൽ അവന് ഉച്ചവരെ സമയമുണ്ട്, അതിനുള്ളിൽ നെയ്യത്ത് വെച്ചാൽ മതി. പക്ഷെ ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മയില്ലാതെയൊക്കെ ഖളാ ആയി പോയിട്ടുണ്ടാവാം. ഖളാ വീട്ടുക എന്ന നെയ്യത്തിൽ തന്നെ റജബിന്റെ പകല് നമ്മൾ നോമ്പുകാരനാവുക.
അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഖളാഇന്റെ എണ്ണവും കഴിഞ്ഞ് പിന്നെയും ഖളാ വീട്ടാണെങ്കിൽ തന്നെയും അത് സുന്നത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ സുന്നത്ത് നോമ്പുകളുടെ ഒരു ലക്ഷ്യം ആ പകലിൽ നോമ്പ് ഉണ്ടായാൽ മതി. അത് ഏത് നോമ്പായാലും കുഴപ്പമില്ല. ആ പകലിൽ ഒരു നോമ്പുകാരനാവുക എന്നതാണ് സുന്നത്ത്. അപ്പൊ നമുക്കൊരു ഖളാ വിട്ടാനുള്ള നോമ്പിനെ അവിടെ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖളാ വിട്ടുന്ന നോമ്പിന് നെയ്യത്ത് വെച്ചിട്ട് അങ്ങ് ഖളാ വിട്ടാണെങ്കിൽ, ആ പകലിൽ ഒരു നോമ്പുകാരനാവുക എന്ന സുന്നത്ത് നോമ്പിനുള്ളതാണ്. അത് നമുക്ക് കിട്ടും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫർള് ഖളാ വീട്ടലും നടക്കും. അപ്പൊ ഫർളിന്റെ നെയ്യത്ത് വെച്ചുകൊണ്ട്, ഫർള് ഖളാ വിട്ടാനുള്ള നെയ്യത്ത് വെച്ചുകൊണ്ട് ഒരാൾക്ക് തലേ രാത്രിയിൽ നെയ്യത്ത് വെച്ച് റജബിന്റെ പകലിൽ നോമ്പെടുക്കാവുന്നതാണ്. ഞാൻ ഇടയിലൊന്ന് പറയട്ടെ, നമ്മുടെ ഇടയിൽ ആരോഗ്യപരമായി സാധിക്കാത്ത ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നോമ്പുകളിലൊക്കെ പ്രധാനമായും നമ്മുടെ ആരോഗ്യത്തെ പരിഗണിക്കണമെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം കർശനമായി തന്നെ പറയുന്നുണ്ട്. നോമ്പ് പിടിച്ച് രോഗിയാവാൻ നിൽക്കരുത്. രോഗിക്ക് നോമ്പ് നിർബന്ധമില്ല എന്നാണ് റമളാനിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. രോഗിക്ക് നോമ്പ് നിർബന്ധമില്ല എന്നത് റമളാനിന്റെ ഫർള് നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ട് ഒരാൾ രോഗിയാവാൻ നിന്ന് കഴിഞ്ഞാൽ ഇസ്ലാം ആ വിഷയത്തെ എതിർക്കുന്നുണ്ട്. അപ്പൊ നോമ്പ് പിടിച്ച് രോഗിയാവാൻ നിൽക്കണ്ട, പറ്റണോരൊക്കെ പിടിച്ചാൽ മതി. മാത്രമല്ല, ഒരാളുടെ നോമ്പ് ഇനി ഒരു ഉച്ച വരെയൊക്കെ നോമ്പുകാരനായി തുടരാൻ പറ്റുമെന്ന ഒരു അവസ്ഥയാണ് അയാൾക്കുള്ളതെങ്കിൽ ആ നോമ്പിനോട് ഐക്യദാർഢ്യം കാണിക്കാം. ആ രീതിയിൽ തന്നെ അവൻ ആ നോമ്പിനോട് ഒരു സ്നേഹം കാണിക്കാം. അങ്ങനെ നന്മയിൽ സഹകാരികളാവാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആരോഗ്യക്കുറവുള്ള ആളുകളൊക്കെ ഉണ്ട്, നോമ്പെടുക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദുആ ഇറക്കാം. ഏതായാലും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് ചില ഹദീസുകളിലേക്ക് കടന്നു വരാം. മഹാനായ ഇമാം ഇബ്നു അസാകിർ അദ്ദേഹത്തിന്റെ മുഅ്ജമിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണിത്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ മാസമാ റജബ് എന്ന് പറഞ്ഞല്ലോ, മാ മഅന ഖൗലിക റജബുൻ ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ, എന്താ അതിന്റെ അർത്ഥം നബിയേ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലിഅന്നഹു മഖ്സൂസുൻ ബിൽ മഗ്ഫിറതി ഫീഹി, റജബ് മാസത്തിൽ അള്ളാഹു പ്രത്യേകമായ മഗ്ഫിറത്ത് നൽകും. അള്ളാഹു നമുക്ക് തരട്ടെ പ്രത്യേകമായ മഗ്ഫിറത്ത്. അള്ളാഹുവേ നീ കാക്കണേ തമ്പുരാനെ. നമ്മള് റജബിൽ കൂലിയുണ്ട്, പ്രതിഫലമുണ്ട് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ റജബിൽ തെറ്റ് ചെയ്താൽ അതിൻ്റെതായ ഗൗരവവും ഉണ്ട്. പടച്ചോ നമുക്കൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, റജബ് മാസത്തിൽ പ്രത്യേകമായ മഗ്ഫിറത്ത് അള്ളാഹു വെച്ചിരിക്കുന്നു. റജബ് മാസത്തിൽ രക്തച്ചൊരിച്ചിൽ അള്ളാഹു നിരോധിച്ചിരിക്കുന്നു. വഫീഹി താബല്ലാഹു അലാ അംബിയാഇഹി സ്വലവാത്തുല്ലാഹി അലൈഹിം, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അംബിയാക്കൾക്ക് അള്ളാഹു തൗബയുടെ പദവി നൽകിയത് റജബിലാണ്. വഫീഹി അൻഖദ ഔലിയാഅഹു മിൻ ബലാഇ അദാബിഹി, ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാരായ ഔലിയാക്കൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതെ സുരക്ഷിതമായി അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയതും ചരിത്രത്തിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് മാസത്തിന്റെ പ്രത്യേകതയാണത്. ഇനി കേട്ടോളൂ, ഈ ഹദീസിന്റെ ബാക്കി കാണാം. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും തന്നെ നിവേദനം. ഇതേ ഹദീസിന്റെ ബാക്കി കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ തുടർന്ന് പറഞ്ഞു, മൻ സാമഹു, റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ, ഇസ്തൗജബ അലല്ലാഹി സലാസതു അശ്യാ, റജബിൽ നോമ്പെടുക്കുന്നവന് അള്ളാഹു 3 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തു കൊടുക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ്. അള്ളാഹു നിർബന്ധമായും ചെയ്തു കൊടുക്കും 3 കാര്യങ്ങൾ. ആർക്ക്? റജബിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 കാര്യം അള്ളാഹു നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കും റജബിൽ നോമ്പെടുക്കുന്ന ആൾക്ക്. ഒന്നാമത്തേത്, മഗ്ഫിറത്തുൽ ലിമാ ജമീഅ മാ മഗ്ഫിറത്തുൽ ലിജമീഇ മാ സലഫ മിൻ ദുനൂബിഹി, റജബിൽ നോമ്പെടുത്തവന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും.
രണ്ടാമത് അള്ളാഹു നിർബന്ധമായും നിർവഹിക്കുന്ന കാര്യം ശേഷിക്കുന്ന ആയുസ്സിൽ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു സുരക്ഷാ കവചം അള്ളാഹു നൽകും. റജബിൽ നോമ്പെടുക്കുന്നവന് അള്ളാഹ് നിർബന്ധമായി നിർവഹിക്കുന്ന മൂന്നാമത്തെ കാര്യം റജബ് മാസത്തിൽ നോമ്പെടുക്കുന്ന മനുഷ്യന് മഹ്ശറയിൽ ദാഹമില്ല. അല്ലാഹുവേ നീ കാക്കണം തമ്പുരാനെ, ഞങ്ങളെ നീ ആ സൗഭാഗ്യത്തിൽ ചേർക്കണേ തമ്പുരാനെ. റജബിൽ നോമ്പെടുക്കുന്ന ആൾക്ക് മഹ്ശറയിൽ നാളെ ദാഹമില്ല. ഇതങ്ങ് കേട്ടോടുകൂടെ സ്വഹാബികൾ, പ്രായം കൂടിയ ഒരു സ്വഹാബി എഴുന്നേറ്റു. ഫഖാമ ശൈഖുൻ ലഈഫുൻ, ഒരു പ്രായമുള്ള സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ലഅഅ്ജസു അൻ സിയാമിഹി കുല്ലിഹി, റജബ് മുഴുവനും നോമ്പെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല നബിയേ. റജബ് മുഴുവനും നോമ്പെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ വിഷമിക്കേണ്ട, ഒരു ദിവസം ആദ്യത്തെ 10 നോമ്പെടുത്താൽ അല്ലെങ്കിൽ ഒന്നാമത്തെ നോമ്പെടുത്താൽ അവൻ 1-ന് 10 എന്ന അള്ളാഹുവിന്റെ രീതി അനുസരിച്ച്, ഒരു നന്മയ്ക്ക് 10 ഇരട്ടി പ്രതിഫലം എന്ന രീതി അനുസരിച്ച് ഒരു നോമ്പ് കൊണ്ട് ആദ്യത്തെ 10 അവന് അള്ളാഹു പ്രതിഫലമായി നൽകാം. രണ്ടാമത്തെ 10 ഒരു നോമ്പെടുത്താൽ 1-ന് 10 എന്ന അതേ കണക്കിൽ തന്നെ രണ്ടാമത്തെ 10 ആ ഒരൊറ്റ നോമ്പിൽ ആ ഒരു 10 നോമ്പ്, രണ്ടാമത്തെ 10 നോമ്പ് അള്ളാഹു കബൂലാക്കാം. മൂന്നാമത്തെ 10-ലും ഒരു നോമ്പെടുത്താൽ ആ മനുഷ്യന് മൂന്നാമത്തെ 10-ലെയും മുഴുവൻ ദിവസങ്ങളെ പ്രതിഫലമായി പരിഗണിക്കപ്പെട്ടേക്കാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചിന്തിക്കണം, ആരോഗ്യപരമായി കഴിയാത്തൊരു സഹാബിയോട് 3 ദിവസം എന്നാ പറഞ്ഞത്. അങ്ങനെ ഞാനിതിങ്ങനെ കൂടെ പറയുന്നത്, കഴിഞ്ഞ വർഷം റജബിൽ നോമ്പെടുത്ത് ഒരുപാട് ആളുകൾ എടുത്തതിന് ശേഷം അവർക്ക് ശാരീരികമായ പല അസ്വസ്ഥതകളും വന്നിട്ടുണ്ട്. ശരീരത്തിന്റെ ആരോഗ്യത്തെയും കൂടി സൂക്ഷിക്കണം എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടോളൂ, ഈ റജബ് മാസത്തെ നിങ്ങൾ ആരും പാഴാക്കല്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അൽ ഹാഫിദ് ഇബ്നു അൽ ജൗസിയും ഇമാം ഇബ്നു അസാകിർ തങ്ങളും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റജബ് മാസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനാ സംഗമങ്ങൾ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. റജബിൽ നോമ്പെടുക്കുന്നവന് വേണ്ടി മലക്ക് ദുആരക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് റജബിന്റെ ഒന്നാമത്തെ രാവ് കഴിഞ്ഞു പോയി അല്ലേ? റജബിന്റെ ഒന്നാമത്തെ രാവില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ മഗ്ഫിറത്ത് നൽകുന്നു, പ്രത്യേകമായ ഇജാബത്ത് നൽകുന്നു. മഹാന്മാരായ മലക്കുകൾ ഒന്നാമത്തെ രാവ് മുതൽക്ക് അവർ ദുആരക്കും, റജബിൽ നോമ്പ് കൊടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് ഒന്നാമത്തെ രാവ് മുതൽക്ക് മഹാന്മാരായ മലക്കുകൾ ദുആരക്കും. അല്ലാഹു തആല അത് ഏറ്റെടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്. ഇമാം ബൈഹഖിയുടെ ഫളായിലുൽ ഔഖാത്തിൽ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ഹദീസ്. കേട്ടോളൂ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നത്തി നഹ്റാ, സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ പേര് റജബ് എന്നാണ്. അശദ്ദു ബയാളം മിനൽ ലബനി വ അഹ്ലാ മിനൽ അസ്ലി, പാലിനേക്കാളും വെളുപ്പും തേനിനേക്കാളും മധുരമുള്ള ഒരു പുഴയുണ്ട്. പുഴയുടെ പേര് റജബ് എന്നാണ്. സ്വർഗത്തിൽ അങ്ങനെ ഒരു പുഴയുണ്ട്. മൻസാമ മിൻ റജബിൻ യൗമൻ ഇല്ലാ സഖാഹുല്ലാഹു മിൻ ദാലിക്കൻ നഹരി, ഒരു നോമ്പെങ്കിലും റജബിൽ എടുക്കണേ. ഒരു നോമ്പെങ്കിലും എടുത്താൽ അല്ലാഹു അത് കബൂലാക്കിയാൽ ആ മനുഷ്യന് ഈ പുഴയിലെ തേനരുവിയിൽ നിന്നും കുടിക്കാം. പാലിനേക്കാളും വെളുത്തതും തേനിനേക്കാളും മധുരമുള്ളതുമായ പാനം അവന് കുടിക്കാൻ പറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റജബ് മാസത്തിലെ നോമ്പിന്റെ ഈ വലിയ പ്രതിഫലത്തിൽ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. റജബിൽ നോമ്പെടുത്ത ആളെ കാത്തിരിക്കുന്നത് സ്വർഗത്തിലെ പാലിനേക്കാളും വെളുത്തതും തേനിനേക്കാളും മധുരമുള്ളതുമായ പുഴയിലെ പാനമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രല്ലടോ,
മഹാനായ ഇമാം അലാഉദ്ദീൻ അലിയുൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൻസുൽ ഉമാൽ എന്ന് പറയുന്ന കിതാബിൽ കാണാം, അൻ ആമിർ ഇബ്നു ശിബ്ലിൽ ഹറമി റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റജുലൻ യുഹദ്ദിസു അന്നഹു സമിഅ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സ്വഹാബി പ്രമുഖനായ അനസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 വർഷത്തെ ഖാദിമായ അനസ് തങ്ങൾ നബിയിൽ നിന്നും കേട്ടുപഠിച്ചത്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് കേട്ട മഹാന്മാരായ താബിഈങ്ങൾ പറയുന്നുണ്ട്. കൻസുൽ ഉമാലിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന ഫിൽ ജന്നത്തി ഖസ്ർ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടത്രേ. ആ കൊട്ടാരത്തിലേക്ക് കടക്കുന്നത് ലാ യദ്ഖുലു ഇല്ലാ സുവാമു റജബിൽ നോമ്പെടുത്തവർ ആ കൊട്ടാരത്തിൽ കടക്കാം. ചില റിവായത്തിൽ കാണാം ആ കൊട്ടാരത്തിന്റെ പേരും റജബ് എന്ന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ റജബിന്റെ മഹത്വത്തെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ഒരു സംഭവം മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോവാം. നുസ്ഹയിലും മറ്റും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് മഹാന്മാര്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈസാ അലൈഹിസ്സലാം നടന്നു പോകുമ്പോ ഒരു പർവ്വതം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു, പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നു. അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോ മഹാനായ ഈസാ അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആയിരുന്നു, പടച്ചോനെ ഈ പർവ്വതത്തിന് എന്നോട് സംസാരിക്കാനുള്ള ഒരു ശക്തി നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു പർവ്വതത്തിന് സംസാരിക്കാൻ ശക്തി കൊടുത്തു. പർവ്വതം ഇങ്ങനെ സംസാരിച്ചു, എന്താണ് എന്നെ കൊണ്ടുള്ള അങ്ങയുടെ ആവശ്യം പറയൂ ഈസാ നബിയെ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. നീ എന്താ ഇങ്ങനെ ഈ പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, വല്ലാത്ത വെളിച്ചമുണ്ട് നിന്നെ കാണുമ്പോൾ, എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ. നീ ഇങ്ങനെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കല്ലേ, എന്താണ് പർവ്വതമേ നിന്റെ ഉള്ളിലെ രഹസ്യം? പർവ്വതം പറഞ്ഞു, ഈസാ നബിയെ, എന്റെ ഉള്ളിൽ, അതായത് പർവ്വതമാകുന്ന എന്റെ മലമടക്കിന്റെ ഉള്ളിൽ ഇക്കഴിഞ്ഞ 600 കൊല്ലമായി ഒരു മഹാനായ മനുഷ്യൻ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നു. അയാളുടെ ഒരു വെളിച്ചാണ് ഈ കാണുന്നത്, അയാളുടെ അമലിന്റെ വെളിച്ചമാണ് ഈ കാണുന്നത്. ഈസാ നബി അമ്പരന്ന് പോയി, പടച്ചോനെ എനിക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം. 600 കൊല്ലമായി പർവ്വതത്തിലിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന ഈ മനുഷ്യനോട് എനിക്കൊന്ന് സംസാരിക്കണമല്ലാ, നീ സംസാരിക്കാനുള്ള അവസരം തരണേ. ഉടൻ തന്നെ പർവ്വതം അങ്ങ് പിളർന്നു, ഈ മനുഷ്യനങ്ങ് പുറത്തേക്ക് കടന്നു വന്നു. മഹാനായ ഈസാ നബിയോട് ആദരവോടെ ഭവ്യതയോടെ സലാം പറഞ്ഞു. ആ മഹാൻ ഈസാ നബി വളരെ സ്നേഹത്തോടെ സലാം അടക്കി ചോദിച്ചു, അങ്ങ് ആരാണ്? ഈസാ നബിയോട് ആ മഹാൻ പറഞ്ഞു, ഞാൻ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ആളാണ്. ഞാൻ അന്ന് ദുആയിരുന്നു. തൗറാത്തിലൊക്കെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും സമൂഹത്തെ, അവിടുത്തെ സമുദായത്തെ കുറിച്ചൊക്കെ പറയുന്നത് തൗറാത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഞാൻ പഠിച്ച ആളാ. ഞാൻ മൂസാ നബിയുടെ സമൂഹത്തിൽപ്പെട്ട ആളാ. ആ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നതിനർത്ഥമല്ല, ആ സമൂഹത്തിൽപ്പെട്ട ആളാണ്. അപ്പോ ഞാൻ ഈ അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും ആ സമൂഹത്തിന്റെയും ആ അവസാനത്തെ ഉമ്മത്തിന്റെയും മഹത്വം ഒക്കെ കേട്ടപ്പോ എനിക്കൊരു താല്പര്യം ആ സമൂഹത്തിലെ ഒരാളാവാൻ. അല്ലാഹുവേ, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് പലരൊക്കെ. അങ്ങനെ ആഗ്രഹിച്ച ആള് തന്നെയാണോ ഈ ഈസാ നബിയും? അവസാന കാലഘട്ടത്തിന്റെ സമൂഹത്തിൽ ഒരംഗമാവണമെന്ന് ആഗ്രഹിച്ചു ദുആയിരുന്നു. അള്ളാഹു അത് ഏറ്റെടുത്തു. അള്ളാഹു അതിന്റെ പേരിൽ അവസാന കാലഘട്ടത്തിൽ ഈസാ നബിയെ ഈ സമൂഹത്തിൽ ഒരു അംഗമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ അംഗീകരിച്ച ഒരു ആലിമായി ഈസാ നബി നുബുവത്തിന് ശേഷമുള്ള കാലം ഇനി അവസാന കാലഘട്ടത്തിൽ വരാനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമൂഹത്തിന്റെ മഹത്വവും ഈ ഉമ്മത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കിയ പൂർവികരൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം റബ്ബിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് അള്ളാഹു നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ മഹാൻ പറയാ, അവസാന കാലഘട്ടത്തിന്റെ ആ നബിയുടെ സമൂഹത്തിൽ ഒന്ന് ജീവിച്ച് അതിലായി മരിക്കാൻ ഞാൻ ആഗ്രഹിച്ച അള്ളാഹുവോട് ദുആയിരുന്നു. അള്ളാഹു എന്നോട് പറഞ്ഞു, അതിന് നിനക്ക് ഞാൻ അവസരം തരാം, ഇബാദത്ത് ചെയ്യാൻ. ഞാൻ അതിന്റെ പേരിൽ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങനെ വന്നു. ഇപ്പൊ ഈ പർവ്വതത്തിന്റെ അകത്ത് വന്ന് കൂടിയിട്ട് 600 കൊല്ലമായി ഈസാ നബിയെ. 600 കൊല്ലം ഈസാ നബി അള്ളാഹുവോട് സുജൂദ് ചെയ്തുകൊണ്ട് ദുആരക്കുകയാണ്, പടച്ചോനെ ഈ 600 കൊല്ലമായി പർവ്വതത്തിന്റെ അകത്ത് ഒരു ഹറാമും കാണാതെ ഒരു ദുന്യവിയായ ചിന്തയുമില്ലാതെ അടങ്ങി ഒതുങ്ങിയിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന ഈ മഹാനേക്കാളും വലിയ മഹാനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ അല്ലാ എന്ന് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ദുആയിരുന്നു. അള്ളാഹുവിന്റെ മറുപടി വന്നു, ഉണ്ട് ഈസാ നബിയെ. അതെ, ഇദ്ദേഹം കാത്തിരിക്കുന്നത് അവസാന കാലഘട്ടത്തിലെ സമൂഹത്തിൽ ഒരു മഹാനായ അംഗമായി തീരാനല്ലേ. ഇദ്ദേഹം കാത്തിരിക്കുന്ന
ആ സമൂഹത്തിലെ, ഇദ്ദേഹം കാത്തിരിക്കുന്ന ആ സമൂഹത്തിലെ ഒരു മുത്തഖയായ മനുഷ്യൻ റജബ് മാസം വരുമ്പോ ഒരു ദിവസം നോമ്പെടുത്താൽ, അവസാന കാലഘട്ടത്തിന്റെ സമൂഹം, അവസാന പ്രവാചകന്റെ സമൂഹം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽപ്പെട്ട ഒരു മുത്തഖയായ മനുഷ്യൻ ഒരു ദിവസത്തെ നോമ്പെടുത്താൽ, റജബ് മാസത്തിലെ ഒരു ദിവസത്തെ നോമ്പെടുത്താൽ, ഈ 600 കൊല്ലം ഇബാദത്ത് ചെയ്ത ഈ മഹാനേക്കാളും വലിയ പദവി നേടാൻ കഴിയുമെന്ന് അള്ളാഹു ഈസ നബിയോട് മറുപടി പറഞ്ഞതായി മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഈ റജബ് മാസം ഇങ്ങനെ സ്പർശിച്ചു നിൽക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. ഇമാം തൊബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് കാണാം. അൻ അബ്ദുൽ അസീസ് അൻ നബീഹി ഖാല ഉസ്മാൻ ഇബ്നു മത്വറിൻ അശ്ശൈബാനി വകാനത് ലഅബീഹി സുഹബ. മഹാനായ ഉസ്മാൻ ഇബ്നു മത്വറിൻ അശ്ശൈബാനി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ വാപ്പ സ്വഹാബിയാണ്. ആ സ്വഹാബിയായ പിതാവിൽ നിന്നും ഉദ്ധരിക്കുകയാണ് മകൻ. ആ പിതാവ് എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, റജബുൻ ശുഹ്റുൻ അലീം. റസൂലുള്ളാഹി പറഞ്ഞു, റജബ് മാസം മഹത്വരമായ മാസമാണ്. യുളാഇഫുല്ലാഹു ഫീഹിൽ ഹസനാത്ത്. റജബ് മാസത്തിൽ അല്ലാഹു നന്മകൾക്ക് പ്രതിഫലം ഇരട്ടിയാ നൽകുക. അല്ലാഹുവേ തൗഫീഖ് നൽകുക. അല്ലാഹ് റജബ് മാസത്തിൽ അല്ലാഹു ഇബാദത്തുകൾക്ക് ഇരട്ടി പ്രതിഫലം. എവിടെ ഹദീസ്? തൊബറാനി ഇമാമിന്റെ അൽ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് കാണാം. മറ്റ് പല കിതാബുകളിലും ഈ ഹദീസ് ഉണ്ട്. അല്ലാഹു റജബ് മാസത്തെ പരിഗണിച്ചുകൊണ്ട് റജബിൽ ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്നു. ഇനി കേട്ടോളൂ. ഫമൻ സാമ യൗമൻ, റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പെടുത്താൽ ഫീ മിൻ റജബിൻ ഫകഅന്നമാ സാമ സനതൻ, ഒരു കൊല്ലം നോമ്പെടുത്ത കൂലി വരെ കിട്ടാം. അപ്പൊ നോമ്പ് നമ്മൾ എടുക്കേണ്ട പോലെ ആവണം. നമ്മൾ എടുക്കേണ്ട പോലെ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം നോമ്പെടുത്ത പ്രതിഫലം വരെ കിട്ടാം. ഒമൻ സാമ മിൻഹു സബഅത അയ്യാം, ഒന്ന് വിട്ട പിന്നെ റജബിലെ പിന്നെ നോമ്പെടുക്കേണ്ടത് 7 7 ദിവസം ഒരാൾ നോമ്പെടുത്താൽ, റജബിൽ ഒരാൾ 7 ദിവസമാണ് ഒരാൾക്ക് എടുക്കാൻ കഴിയുന്നെങ്കിൽ 7 ദിവസം എടുത്താൽ അതിന്റെ പേരിൽ ആ മനുഷ്യൻ അല്ലാഹു തആല നരകത്തിന്റെ കവാടം 7 കൊട്ടി അടയ്ക്കും. അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ. ഇനി 7 കഴിഞ്ഞാൽ റജബിൽ അടുത്ത കണക്ക് 8 ദിവസമാണ്. റജബിൽ 8 ദിവസം ഒരാൾ നോമ്പെടുത്താൽ ആ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗത്തിന്റെ 8 കവാടവും തുറന്നു കൊടുക്കും. ഇനി കേട്ടോളൂ, 8 വിട്ടു, ഇനി ഒരാൾക്ക് അതിലും കൂടുതൽ കഴിയുമെങ്കിൽ വമൻ സാമ മിൻഹു 10 അയ്യാം, 10 ദിവസമാണ് ഒരാൾ റജബിൽ നോമ്പെടുക്കുന്നത് എങ്കിൽ ലം യസ്അലില്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാ, റജബിൽ 10 ദിവസം നോമ്പെടുക്കുന്ന ആളുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 പിടിച്ചു, ഇനി അയാൾക്ക് അതിൽ കൂടുതൽ കഴിയും. വമൻ സാമ മിൻഹു 15 യൗമൻ, അപ്പൊ 15 നോമ്പെടുക്കുക, 10 കൂടുതൽ പറ്റുമെങ്കിൽ. എന്നാൽ ആ മനുഷ്യനെ അല്ലാഹു തആല 15 ദിവസം നോമ്പെടുത്ത മനുഷ്യനെ ആകാശത്തിൽ നിന്നും മലക്കുകൾ വിളിച്ചു പറഞ്ഞ് സമാധാനിപ്പിക്കും. അവന്റെ പേരിൽ മലക്കുകൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കും, പടച്ചോനെ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം, എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മലക്കുകൾ. പിന്നെയോ ഒരു മനുഷ്യന് അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ പിടിക്കുക. അപ്പൊ ഒരാൾക്ക് റജബിൽ 2-15 പറ്റിയാൽ, അല്ലെങ്കിൽ 3-10 നോമ്പുകൾ പറ്റിയാൽ, അപ്പൊ 30 നോമ്പായി. 2-15 എന്ന് പറഞ്ഞാൽ 30 അല്ലെങ്കിൽ 3 പ്രാവശ്യം 10 നോമ്പ് പിടിക്കാൻ പറ്റിയാൽ അപ്പൊ 30 നോമ്പ് തന്നെ റജബ് പൂർണ്ണമായും ഒരാൾ നോമ്പെടുത്താൽ അല്ലാഹു തആല അതനുസരിച്ച് വമൻ സാദഹുല്ലാഹു അസ്സ വജല്ല, റജബിൽ കൂടുതൽ നോമ്പെടുക്കുന്ന ആൾക്ക് കൂടുതൽ അല്ലാഹു നൽകും. റജബ് 30 നോമ്പെടുക്കണം, അല്ലെങ്കിൽ റജബ് മുഴുവനും നോമ്പെടുക്കണം. ഒരാൾക്ക് എത്ര പറ്റുന്ന, 30 പറ്റുന്നില്ലെങ്കിൽ എത്രയാണ് പറ്റുന്ന അത്ര പിടിക്കണം. തീരെ പറ്റുന്നില്ലെങ്കിൽ ഒരു മനുഷ്യൻ പിന്നെ 15 പിടിക്കണം. അതും കൂടി പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത കണക്ക് 10 പിടിക്കണം. 10 പറ്റുന്നില്ലെങ്കിൽ 8 പിടിക്കണം. 8 പറ്റുന്നില്ലെങ്കിൽ 7 പിടിക്കണം. 7 പറ്റുന്നില്ലെങ്കിൽ 1 പിടിച്ചിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരെണ്ണം, ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ളത് 4 പ്രാവശ്യം പിടിക്കാൻ പറഞ്ഞാൽ 4 എണ്ണമായി.
അപ്പൊ ആ രീതിയിൽ റജബിലെ നോമ്പ് നമുക്ക് പരമാവധി എത്ര പിടിക്കാൻ പറ്റുന്നു അത്രയും പിടിക്കണമെന്നാണ് ഇമാം തൊബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് ഉണ്ട്. ഈ ഹദീസ് ഇല്ലെങ്കിൽ മാത്രം എന്റെ നേരെ നോക്കിയാൽ മതി. കാരണം ഹദീസ് അങ്ങനെ കണ്ടുകൊണ്ടായി പറയുന്നത്. ഇതുപോലെ ധാരാളം കിതാബുകളും ആ ഹദീസ് കാണാം. വമൻ സാദ, റജബ് മാസത്തിലെ നോമ്പ് ആരെങ്കിലും കൂടുതൽ പിടിക്കുന്നുവെങ്കിൽ, അതായത് റജബ് മാക്സിമം പിടിക്കുന്നുവെങ്കിൽ, സാദഹുല്ലാഹു അസ്സ വജൽ, അള്ളാഹു അവന് കൂടുതൽ നൽകും. എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അള്ളാഹു നൽകുന്നത് എത്രയും നൽകാം. ഇനി കേട്ടോളൂ, വഫീ റജബിൻ, ഈ റജബ് മാസത്തിലാണ് റസൂലുള്ളാഹി പറയാണ്, ഈ റജബ് മാസത്തിലാണ് ഹമലല്ലാഹു നൂഹൻ ഫിസ് സഫീന, നൂഹ് നബിയെ അല്ലാഹു തആല റജബ് മാസത്തിലാണ് കപ്പലിലേക്ക് കയറ്റിയത്. റജബ് കേറി ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, മുഹറം റജബിൽ കയറ്റി. റജബ് ഉൾപ്പെടെ 7 മാസം, റജബ് ഉൾപ്പെടെ 7 മാസം, ഏകദേശം 6 or 7 മാസം, മുഹറം വരെ മഹാനായ നൂഹ് നബി കപ്പലിൽ ഈ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു നടന്നു. ഒന്നുകിൽ 7 മാസം അല്ലെങ്കിൽ 6 മാസം. റജബിൽ തുടങ്ങിയ യാത്രയാണ് മുഹറമിലാണ് അവസാനിച്ചത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫസാമ റജബൻ, റജബിലെ യാത്ര തുടങ്ങി നൂഹ് നബി കപ്പലിൽ. ആ കപ്പലിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ അന്ന് നോമ്പെടുത്തു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വഅമറ മൻ മഅഹു അൻ യസൂമു, ഖുർആൻ പറഞ്ഞല്ലോ, പർവ്വതം പോലെയുള്ള തിരമാല എന്ന മഹാനായ നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ജലപ്രളയത്തെ ഖുർആൻ പറഞ്ഞത് മൗജുൻ കൽ ജിബാൽ, എന്തും സംഭവിക്കാവുന്ന ലോകത്തിന്റെ അവസ്ഥ. ലോകം തകർന്നിക്കാം, വെള്ളം മാത്രമുള്ള എവിടെ നോക്കിയാലും, കരയും കടലും ഒന്നായ സന്ദർഭം. അതുപോലത്തെ ഒരു പ്രളയം ഒന്നും ഈ ഭൂമി വേറെ കണ്ടിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ മഹാനവറുകൾ ആ ഭീതിജനകമായ അവസ്ഥയിൽ തന്റെ കൂടെയുള്ളവരോട് റജബിലെ നോമ്പെടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇതേ കണ്ടോ, റജബിൽ തുടങ്ങി ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം 6 മാസക്കാലത്തോളം ഈ കപ്പൽ ഇങ്ങനെ യാത്ര തുടങ്ങി. 6 മാസം. ആഖിറു ദാലിക യൗമു ആശുറ, മുഹറം 10 ഇവരെ കപ്പൽ സ്റ്റോപ്പ് ചെയ്തത്. കപ്പല് നങ്കൂരമിട്ടത് മുഹറം 10, ജലപ്രളയം അവസാനിച്ചത്. അപ്പൊ ആ മുഹറം 10 മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുള്ളവരും അള്ളാഹുവിന് നന്ദി എന്നോണം മുഹറം 10 അന്ന് നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ റജബിനെ മുഹറം 10 കണക്ട് ചെയ്യുന്ന ഒരു ചരിത്ര ബിന്ദുവാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, റജബ് മാസത്തിൽ നമ്മളെല്ലാവരും റമദാനിന്റെ പരിശീലനം എന്നോണം റമദാനിൽ നമുക്ക് നോമ്പെടുക്കാനുള്ളതാണ്. കഴിയുന്ന പോലെയൊക്കെ റജബിൽ നോമ്പെടുക്കണം. കഴിയുന്നവരും അത് മുഴുവനും നോമ്പെടുക്കണം. എവിടെ? റജബ് മുഴുവനും നോമ്പെടുക്കണം. റജബ് മുഴുവനും നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിൽ റജബിൽ പറ്റുന്ന അത്രയും എടുക്കണം. പറ്റുന്ന അത്രയും ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നു. അത് ഒരു 15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും എടുക്കാം. അതിനും പറ്റുന്നില്ലെങ്കിൽ 10 ദിവസമെങ്കിലും എടുക്കാം. അതിനും പറ്റുന്നില്ലെങ്കിൽ 8 ദിവസമെങ്കിലും എടുക്കാം. അതിനും പറ്റുന്നില്ലെങ്കിൽ 7 ദിവസമെങ്കിലും എടുക്കാം. അതിനും പറ്റുന്നില്ലെങ്കിൽ 1 ദിവസമെങ്കിലും എടുക്കാം. ഞാൻ ഈ പറഞ്ഞ നമ്പറുകൾ ഉണ്ടല്ലോ, 1, 7, 8, 10, 15, ഈ നമ്പറുകളല്ലാതെ അതിൽ നിന്നും കൂടാനോ കുറയാനോ പാടില്ല എന്നൊന്നും ചിന്തിക്കണ്ട. അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, പറ്റുന്ന എത്രയാണോ അത്രേ എടുക്കണം. റജബിലെ സുന്നത്ത് നോമ്പ് റമദാനിലേക്കുള്ള ഒരു വിശുദ്ധമായ പരിശീലനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ റജബിൽ നോമ്പെടുക്കാൻ ആഗ്രഹിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ അത് നല്ല രീതിയിൽ ഭംഗിയായി നിർവഹിക്കാൻ പ്രത്യേകിച്ച് ഒരുപാട് ഉമ്മമാര് നോമ്പെടുക്കുന്നുണ്ട്. പടച്ചോനെ, നീ ആഫിയത്ത് ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ അസുഖങ്ങളൊക്കെ അവർക്ക് അള്ളാഹു തആല ഈ റജബിന്റെ നോമ്പിന്റെ ഒക്കെ ബർക്കത്തുകൊണ്ട് പടച്ചോൻ അവർക്കൊക്കെ ഷിഫയാക്കി കൊടുക്കട്ടെ. കാലുവേദന, ശരീരം വേദന, ഒരുപാട് ഗുളിക കഴിക്കുന്നവർ. ഈ അടുത്ത ദിവസവും കൂടി ഒരു ഉമ്മനോട് പറഞ്ഞത്, ഡോക്ടറെ കണ്ട് ഗുളികയുടെ ടൈം മാറാണ്. കാരണം ഞാൻ ഡോക്ടറെ കണ്ട് അങ്ങോട്ട് പറഞ്ഞു, റജബിൽ നോമ്പുടിക്കുന്ന ആളാണ് അതിന്റെ പേരിൽ. അങ്ങനെ റജബ് മുഴുവനും, ഷഅബാൻ മുഴുവനും, റമദാൻ മുഴുവനും, 90 ദിവസവും, പിന്നെ ഷവ്വാലിൽ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു 6 ദിവസം, അങ്ങനെ 96 നോമ്പ് പിടിച്ച ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹു തആല മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട. അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അതിന് ഇനിയും അള്ളാഹു തആല ഭാഗ്യം നൽകട്ടെ.